ഗൈസ് അതിരടി മൂവിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പ്രീമിയർ ഷോ കണ്ട ആളാണ്. എടപ്പള്ളി ബന്ധത്തിലാണ് കണ്ടത്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വർക്കായില്ല. ഒട്ടും വെച്ചാൽ ഒട്ടും വർക്കായില്ല. പേഴ്സണലി ഞാൻ ബേസിലിൻ്റെ വലിയൊരു ഫാനാണ്. എൻ്റെ ടോപ്പ് 5 ലിസ്റ്റിലുള്ള ഒരു പടമാണ് ബേസിലിൻ്റെ പടം പൊന്മാൻ. പൊന്മാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്. അപ്പോൾ ബേസിൽ നിരുത്സാഹപ്പെടുത്തില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഒരു സെലിബ്രേഷൻ മൂഡ് പടം കാണാൻ വേണ്ടിയാണ് നമ്മൾ ചെന്നേക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഫ്രെയിമിനകത്ത് കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. അതൊക്കെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സില്ലി ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതിന് ഭയങ്കര സംഭവമായിട്ടൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ട്. ഇവരൊക്കെ ഫ്രെയിമിൽ ഉണ്ടായിട്ട് പോലും പടത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പോസിറ്റീവായിട്ട് കണ്ടത് ഷാൻറഹ്മാനാണ്. പുള്ളി തകർത്തിട്ടുണ്ട്. പുള്ളിനെ എവിടെ കാണിക്കുമ്പോഴാണെങ്കിലും പുള്ളി ഫ്രെയിമിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളി ഇടുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ബേസിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണാണ്. അതിനകത്തൊരു ക്യാമിയോ ഉണ്ട്. ആ ഒരു ക്യാമിയോ റോളിലെ ക്യാരക്ടർ വന്നപ്പോഴാണ് ഞങ്ങൾ ഇരുന്ന തിയേറ്ററിൽ നിന്ന് ഉണർന്നത്. ആദ്യത്തെ ടൈമിൽ ബേസിനെ കാണിക്കുമ്പോൾ പുതിയ ലുക്കാണല്ലോ, ആ ഒരു പ്രത്യേക ലുക്ക് കാണുമ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റിൽ ആൾക്കാർ ചിരിക്കുകയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ചില സ്ഥലത്ത് നമുക്കൊരു കുഴപ്പം തോന്നും, പിന്നെ അപ്പം തന്നെ പടം ഡൗൺ ആവുകയാണ്. ആവശ്യമില്ലാത്ത ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സിനെ കുത്തി നിറച്ചാണ്. ഒരു കാര്യമില്ലാണ്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാത്തിനും കുത്തി നിറച്ചാണ്. ഈ ശാന്തിവിളയുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു. ആ കണ്ട സീൻസ് വെച്ചിട്ട് പുള്ളിനെ ഒന്നും യൂട്ടിലൈസ് ചെയ്തിട്ടേ ഇല്ല. പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ പുള്ളി എന്താ കാണിക്കണം അത് മാത്രം എടുത്ത് വെച്ചിട്ട് കൈയ്യടി നേടിയിട്ട് എന്താ കാര്യം. പിന്നെ പാൻ ഇന്ത്യൻ മറ്റേ ഇല്ല കാട്ടാക്കട, ആ പുള്ളിയാണെങ്കിൽ പുള്ളിനൊന്നും വെറുതെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പുള്ളിനൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. ടോവിനോയുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഭംഗിയുണ്ട്. അല്ലാതെ ടോവിനോക്ക് വെറുതെ കോമളിത്തരം കാണിച്ച് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പടം കണ്ട് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം വേണ്ട, അല്ലെങ്കിൽ ഒരു മനസ്സിൽ തട്ടുന്ന വാഴയൊക്കെ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇമോഷൻസും ആ ഫീലിങ്സും എല്ലാം വെച്ചിട്ട് ആണ് നമ്മൾ ഇറങ്ങി വന്നത്. പക്ഷേ ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മൊത്തം റിവ്യൂ വരുന്നത് പോസിറ്റീവാണ്. സോഷ്യൽ മീഡിയ മൊത്തം പോസിറ്റീവ് റിവ്യൂ. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ OTT ഞാൻ പറയുന്നത് OTT ഒക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടോ, നല്ലോണം മേടിച്ചു കൂട്ടും OTT വരുമ്പോൾ. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടോക്ക്. ഒരു പടത്തിനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാനതാണ് പ്രീമിയർ ഷോ കണ്ടിട്ട് അപ്പോൾ തന്നെ ആ ചൂട് ഞാൻ ഇടാണ്ട് ഇന്നത്തേക്ക് മാറ്റിയത്. കാര്യം 13-ാം തീയതി പടം 6:30 ഷോക്ക് വനിതാ വിനീതയിൽ കണ്ടിട്ട് ഇറങ്ങിയ ആളാണ് ഞാൻ. എന്നിട്ട് റിവ്യൂ ഇട്ടില്ല. എനിക്ക് ഒരു പടത്തിനെ ബാധിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇതായത്. പക്ഷേ ഇത് ഇടാൻ കാരണം എല്ലാവരും പോസിറ്റീവ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാമല്ലോ, എനിക്കിഷ്ടമായെന്ന് പറയാം. എൻ്റെ ഒരാളുടെ വാക്കുകൊണ്ട് അത് പടത്തിന് അത്രയ്ക്ക് വലിയ എഫക്റ്റ് ആവില്ല. കാര്യം എല്ലാവരും പോസിറ്റീവ് പറയണം. എന്തായാലും നിങ്ങളും കൂടി കണ്ടിട്ട് പടം എങ്ങനെയാണെന്ന് പറ. ഓക്കെ, ബൈ.